ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പം നമുക്കിന്നൊരു രസം വെച്ചാലോ. നമ്മൾ ഇപ്പം വർഷക്കാലമല്ലേ, വർഷക്കാലം പിന്നെ പനിയൊക്കെയാണ് എല്ലാവർക്കും. അതിന് ഏറ്റവും നല്ലതാണ് നമുക്ക് രസം. വയറുവേദനയൊക്കെ ഉണ്ടെങ്കിൽ വേഗം മാറും. ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടെങ്കിലും അത് വേഗം മാറും. അങ്ങനെ വളരെ നമ്മുടെ വയറിനും നമ്മുടെ ശരീരത്തിനും പറ്റിയൊരു ഔഷധ ഗുണമായിട്ടുള്ളതൊന്നാണ് ഈ രസം. തക്കാളി രസം ഉണ്ടാക്കാനായിട്ട് നമ്മളിത് കുറച്ച് കുരുമുളക്, മല്ലി ഇത് പൊടിക്കാത്ത മല്ലിയാണ് കേട്ടോ. മല്ലി കഴുകി ഉണക്കിയ മല്ലിയാണ് കേട്ടോ. മല്ലി, ഉലുവ, ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാന്താരി മുളക് പഴുത്തതുണ്ട്, പച്ചയുണ്ട്, കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, ചുവന്നുള്ളി, കുറച്ച് ഇഞ്ചിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മളൊരു ഉണ്ട പുളി, പിഴിഞ്ഞു പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കായം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് കുതിർന്നിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം. നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്കെല്ലാം ഒന്ന് ചതച്ചെടുക്കാനും അരിഞ്ഞെടുക്കാനും ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് വരാം നമുക്ക്. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പുളിയൊക്കെ പിഴിഞ്ഞെടുത്തു, തക്കാളി അരിഞ്ഞു വെച്ചു. നമുക്കിനി രസം വയ്ക്കാൻ തുടങ്ങാം. നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ചതച്ച് വെച്ച കുരുമുളകും മല്ലി, ഉലുവ ഇത് ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം നമ്മളിതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. നല്ല ജീരകത്തിൻ്റെ പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലൊന്ന് തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ തക്കാളി ഇതേ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിക്കാണ്ടാണ് തക്കാളി വേവിച്ചെടുത്തേക്കുന്നത്. നമുക്കിനി പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കായം ശരിക്കും കലങ്ങിയിട്ടില്ല, അത് ഇതിൽ കിടന്ന് കലങ്ങിക്കോളും കേട്ടോ. രസം വയ്ക്കുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ കട്ടക്കായം ചേർത്ത് കൊടുത്താൽ മതി. നല്ല മണവും ടേസ്റ്റുമാണ്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്ര ഉപ്പ് നമുക്ക് ചേർക്കണം. ഇനിയും ചിലപ്പോൾ ആവശ്യമുണ്ടാവും. കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞരടി ഇട്ട് കൊടുക്കാം. തിള വരട്ടെ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ രസം. ഇതൊന്ന് വെച്ച് നോക്കുക കേട്ടോ. സൂപ്പറാണ്. ഒരു 3-4 ദിവസം, ഒരാഴ്ചയായാലും നമ്മുടെ വീട്ടിൽ ഇരിക്കും. ഇത് പുറത്ത് വെച്ചാലും പെട്ടെന്നൊന്നും കേടായി പോവില്ല കേട്ടോ. മല്ലിയില ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. രസത്തിന് സാമ്പാറിനൊക്കെ നമ്മൾ മല്ലിയില ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. 2 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. മഴ കാരണം ശരിക്കും ശബ്ദമൊന്നും കിട്ടുന്നില്ല. നമുക്ക് എന്തായാലും നോക്കാം. തിള വരുന്നതുള്ളൂ കേട്ടോ. വെട്ടി തിളയ്ക്കാൻ പാടില്ല നമ്മളെ രസം. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. എൻ്റെ വീഡിയോ കാണുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.
ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അപ്പോൾ ഈ ഒരു രസം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഒരു അടിപൊളി രസമാണ് കേട്ടോ. നല്ല മണമാണ് വരുന്നത് നമ്മുടെ വയറിന്. ഈ വർഷക്കാലത്തൊക്കെ നല്ലൊരു മരുന്ന് പോലെയാണ് നമ്മൾ ഈ രസം. എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ രസം ഇങ്ങനെ വെട്ടി തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തിള പോലെ വന്നതാണ്. ഞാൻ ഇളക്കിയപ്പോൾ പോയി കണ്ട ചെറിയൊരു തിളവ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.